നമ്മളെല്ലാവരും ജീവിതകാലം മുഴുവൻ മറ്റൊരാളെ പ്രതീക്ഷ വെച്ചാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. അവർക്ക് നിങ്ങൾ ആരും അല്ലെങ്കിലും നിങ്ങൾ അവർക്ക് എല്ലാമായിരിക്കും. പെട്ടെന്നൊരു ദിവസം നിങ്ങൾ അവരുടെ ആരുമല്ലാന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന ആശുപത്രി മുറിയിലായിരിക്കും. അതിന് സാക്ഷിയായി ഞാനും അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. അന്ന് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉറക്കൊക്കെ ശരിയായോ അമ്മച്ചി? ഓ എവിടെ, ഒന്നും ഉറങ്ങി. നാളെങ്കിലും ഒന്ന് വീട്ടിൽ പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. എത്ര ദിവസമായി. എൻ്റെ മക്കളെ പറഞ്ഞാൽ മതിയല്ലോ. അതെപ്പോഴും അങ്ങനെ. ആശുപത്രി വന്ന എല്ലാവർക്കും എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം. നിങ്ങൾ ആശുപത്രിക്കാർക്ക് അങ്ങനെയല്ലേ? ഞങ്ങളെ വെച്ച് കാശുണ്ടാക്കാനുള്ള ചിന്തയല്ലേ ഉള്ളൂ. ഞാൻ ഡോക്ടർ വരുമ്പോൾ പറയാം. ഓ ഒക്കെ കണക്കന്നെ. റൂബി സിസ്റ്റർ വന്നില്ലേ? റൂബി സിസ്റ്റർ 2 ദിവസത്തേക്ക് ലീവിലാ. ഞാൻ വന്നത് അമ്മയ്ക്ക് ഇഷ്ടമായില്ലാന്ന് തോന്നുന്നു. ആര് വന്നാലും കണക്കാ. ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. നിന്റെ പേരെന്താ? ഏഞ്ചൽ. ആരെയും വിശ്വസിക്കാൻ കൊള്ളാത്ത കാല. അമ്മയ്ക്ക് എന്തായാലും എന്നെ വിശ്വസിക്കാം. ഞാൻ ആരുടെ അമ്മയൊന്നുമല്ല. മേഡന്ന് വിളിച്ചാൽ മതി. ഒരു മോള് വന്നിരിക്കണം. ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ. ആ ബൊക്കെയൊക്കെ ഭയങ്കര സ്മെല്ലായിട്ടുണ്ട്. ഞാൻ എടുത്ത് കളയണോ? ഞാൻ പറയുമ്പോൾ കളഞ്ഞാൽ മതി. ശരി. അതെൻ്റെ മക്കൾ കൊടുത്തയച്ചതാ. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആണോ? ഹാപ്പി ബർത്ത്ഡേ. അത് ഇന്നലെയല്ലേ ആയിരുന്നേ? ഇന്നലെ എൻ്റെ മക്കൾ കൊടുത്തയച്ചത് ഇതൊക്കെയും. എന്തൊരു സർപ്രൈസ് ആയിരുന്നു എന്നാ. എനിക്ക് ഒരുപാട് സന്തോഷമായി. മൂത്തവനാ ആ ബൊക്കെ കൊടുത്തയച്ചത്. അവൻ മിടുക്കനാ, നല്ല ഉത്തരവാദിത്താ. അവനവൻ്റെ അപ്പനെ പോലെ തന്നെ. പിന്നെ ആ ഗോൾഡൻ ഫിഷ്, അത് രണ്ടാമത്തവൻ്റെ വക. മിണ്ടാപ്രാണികളെന്ന് പറഞ്ഞ ജീവനാ. വീട്ടിലില്ലാത്ത ജന്തുക്കളില്ല. പിന്നെ ബൈബിള്, അത് മൂന്നാമത്തോളുടെയാ. റോമിലാ. മാർപ്പാപ്പയുടെ സിഗ്നേച്ചറൊക്കെ ഉണ്ട് അതിൽ. ഇതൊക്കെ പോരെ എനിക്ക്. ഇനിയിപ്പോൾ ചത്താലെന്താ? ബർത്ത്ഡേ ആയിട്ട് മക്കളാരും വന്നില്ലേ? നിന്നോടല്ലേ പറഞ്ഞേ അവർ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടതാന്ന്? സോറി മാഡം, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തൊക്കെ പറഞ്ഞാലും മക്കൾ വരാത്തതിൽ മാഡത്തിന് എന്തൊക്കെയോ വിഷമമുണ്ട്. ഒരു വിഷമവും ഇല്ല. ഈ 3 വളർത്തി വലുതാക്കിയതേ ഞാനാ. എൻ്റെ മക്കളെ എനിക്കറിയാം. പൊന്നുപോലെയാണ് ഞാൻ അവരെ വളർത്തിയത്. നിനക്ക് ആരോഗ്യൻ്റെ? എനിക്കാരുമില്ല മാഡം. ആരുമില്ലെന്ന് വെച്ചാൽ തന്നി തള്ളിയൊന്നുമില്ലേ? ഐ എം ആൻ ഓർഫൻ. വെറുതെ അല്ല നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത. അതിന് നല്ല വീട്ടിൽ ജനിക്കണം. സോറി മാഡം, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല. ആ അതിപ്പോൾ ഏഞ്ചലേ, അതിന് ചാവണ നേരത്തെ ആരെങ്കിലും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതിപ്പോൾ ചത്തു കഴിഞ്ഞിട്ടും ആരും കാണാൻ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ വരാത്തവർ മരിച്ചു കഴിഞ്ഞിട്ട് വരുന്ന എന്തത്ര ഉറപ്പ്? എന്ത് മനസ്സാടി നിന്റെ നശിപ്പ്. വെറുതെ ഉള്ള നിനക്ക് ആരും ഇല്ലാണ്ടായത്. അത് ശരിയാ, എനിക്കാരുമില്ല എന്നുള്ളതൊക്കെ ശരിയാ. പക്ഷെ മേഡത്തിന് എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തവരുടെ പോലൊക്കെ തന്നെയല്ലേ. അപ്പം പിന്നെ കൂട്ടിയാലും കുറച്ചാലും നമ്മൾ 2 പേരും ഒരുപോലെയാണ്. അത് നന്നായി. നിന്റെ ഗവേഷണം കൊള്ളാലോ. ആരുമില്ലാത്ത തെണ്ടിയാ നീ. നിന്റെ കമ്പാരിസൺ കൊള്ളാം. ഒഴുകും നദിയായി എരിയും തിരിയായി
മാഡം മേശപ്പുറത്ത് എൻ്റെ ഫോണുണ്ട്. അതിലെൻ്റെ 3 മക്കളുടെ നമ്പറുണ്ട്. അവരെ വിളിച്ച് ഞാൻ ചത്തു എന്ന് പറ. എന്ത്? ഞാനൊന്നും പറയില്ല. മാഡം ഇത് എന്താലോചിച്ചാ? നല്ല പോലെ ആലോചിച്ചിട്ട് തന്നെയാണ്. ഞാൻ പറയുന്നത് ചെയ്തില്ലെങ്കിൽ നിൻ്റെ പണി ഞാൻ കളയും, അത് ഉറപ്പാ. മാഡം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ അത് ഇന്നലെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. സോറി. പറഞ്ഞു പോയില്ലേ അഞ്ചലെ, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതിലെന്ത് റിസ്ക് ഉണ്ടായാലും ഞാനുണ്ടാവും. ഞാൻ പറയണ പോലെ നീ അങ്ങ് ചെയ്താൽ മതി. നമുക്ക് നോക്കാമല്ലോ ആരെ ജയിക്കാന്ന്. വേണ്ട, ദാ ഫോൺ. ആദ്യം ജോർജിനെ വിളിക്ക്, അവനല്ലേ മൂത്തത്. വിളിക്ക് വിളിക്ക്. ഹലോ, എന്താ അമ്മേ? ഹലോ സർ, ഇത് മാഗി മാഡം അല്ല സംസാരിക്കുന്നത്. വിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് ഷെറിനാണ്. മാഡത്തിന് ഇന്നലെ അറ്റാക്ക് വന്നിരുന്നു. ഓവർ സ്വെറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ICUലാക്കി. അതിനുശേഷം ഞങ്ങൾ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നതിനിടയിൽ ആൾ മരണപ്പെട്ടു. എല്ലാ ഫോർമാലിറ്റീസും തീർന്നിട്ടുണ്ട്. ഏകദേശം 2 മണിയാകുമ്പോഴത്തേനും ബോഡി കിട്ടും. സാറൊന്നും പറഞ്ഞില്ല. ഞാനിപ്പോൾ നല്ല തിരക്കില്ല, ഞാനങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ സാർ. ചെറിയനെ വിളിക്ക്. ഹലോ, ജെറിൻ സ്പീക്കിംഗ്. ഹലോ Who is this? സാർ, ഞാൻ വിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് ഷെറിനാണ് സംസാരിക്കുന്നത്. സാറിൻ്റെ അമ്മയുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. ഓ, ഓക്കെ. ഫോൺ ബ്ലൂടൂത്ത് കണക്ട് ആയിരുന്നു, പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. പറയൂ ഷെറിൻ. ബട്ട് സാർ, മാഗി മാഡത്തിന് ഇന്നലെ അറ്റാക്ക് വന്നിരുന്നു. ഓവർ സ്വെറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ICUലാക്കി. സാർ, അതിനുശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നതിനിടയിൽ ആൾ മരണപ്പെട്ടു. ഫോർമാലിറ്റീസ് എല്ലാം തീർന്നിട്ടുണ്ട്. ഏകദേശം 2 മണിയോടെ ബോഡി വിട്ട് കിട്ടും. ഷെറിൻ എൻ്റെ ബ്രദർ ജോർജിനെ വിളിച്ചായിരുന്നു. വിളിച്ചിരുന്നു സാർ. പുള്ളിക്കാരൻ എന്താ പറഞ്ഞേ? സാർ, കൺഫേം ആയിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി വിളിക്കുമ്പോൾ പറഞ്ഞേക്ക്. ചേട്ടൻ എന്താണോ ഡിസിഷൻ എടുക്കുന്നത് അതിൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞോളൂ. പക്ഷേ ഈ മന്ത് എനിക്ക് വരാൻ പറ്റില്ല എന്നോട് പറഞ്ഞേക്ക്. കാരണം എൻ്റെ ലില്ലിയുടെ ഡെലിവറി ടൈമാണ്. ഓക്കെ, ബൈ. ഓക്കെ. ലില്ലി വൈഫാവൂലേ? എത്രാമത്തെ ഡെലിവറിയാ? ലില്ലിയാൻ്റെ പട്ടിയാ, പട്ടി. ജോർജ്. ഹലോ. ഹലോ, ഇത് ഷെറിൻ അല്ലേ? അതെ. എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല. പിന്നെ പറയാനായിട്ട് അമ്മ മാത്രമല്ലേ ഉള്ളൂ. പള്ളിയിൽ അച്ഛനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ക്യാഷും കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ബാക്കി വരെ നോക്കിക്കോളൂ. ജെറിൻ എന്താ പറഞ്ഞത്? ജോർജ് സാറ് എന്താണോ ഡിസിഷൻ എടുക്കുന്നത് അതുപോലെ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, ചടങ്ങ് ഞാൻ ലൈവിലിടാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇരുന്നാലും കാണാലോ. അപ്പോൾ ഓക്കെ ശരി, ഞാൻ വിളിച്ചോളാം. ഓക്കെ. ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടോ മാഡം? എൻ്റെ മോളുടെ ശബ്ദം ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. അതിലുണ്ട് മറീന എന്ന പേര്. എന്താ അമ്മ ഈ നേരത്തെ? സോറി, ഇത് അമ്മയല്ല. ഇത് വിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് ഷെറിനാണ് സംസാരിക്കുന്നത്. മാഗി മാഡത്തിന് ഇന്നലെ അറ്റാക്ക് വന്നിരുന്നു. ഓവർ സ്വെറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ICUലാക്കി. പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നതിനിടയിൽ ആൾ മരണപ്പെട്ടു. ഫോർമാലിറ്റീസ് ഒക്കെ തീർന്നിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 2 മണിയോടുകൂടെ ബോഡി എടുക്കാം. മാഡത്തിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ബോഡി ഏറ്റെടുക്കുന്നുണ്ടോ മാഡം? ചേട്ടന്മാരെന്ത് പറഞ്ഞു? അവർ രണ്ടുപേരും വരുന്നില്ല. പള്ളിയുമായിട്ട് സംസാരിച്ചു എന്നാണ് അവർ പറയുന്നത്. മറീന ബോഡി ഏറ്റെടുക്കുന്നുണ്ടോ അതോ പള്ളിക്ക് വിട്ടുകൊടുക്കുകയാണോ? 1 സെക്കൻഡ്. ഇച്ചായ
എന്റെ മെറീനെ നാട്ടിൽ പോകാനുള്ള വല്ല കോളുവാണെങ്കിൽ നടക്കില്ല. അതെന്നോട് പറയാൻ വേണ്ട. മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് കല്യാണോ അടിയന്തരം മരണോ ഒക്കെ ആയിട്ട് വന്നോളും കുറെ എണ്ണം. ചേട്ടന്മാര് പറഞ്ഞോലെ ചെയ്, അതാ നല്ലത്. ഓക്കെ. അവസാനം നീ വിചാരിച്ച പോലെ നടന്നൂല എല്ലാം. ഞാനൊരു മണ്ടി. ജെറിൻ. എടുക്ക. ഹലോ. ഹലോ ഷെറിൻ, എൻ്റെ മനസ്സ് മാറി. ചേട്ടൻ പറഞ്ഞ പോലെ ചെയ്യണ്ട. നാട്ടുകാരെന്ന് വിചാരിക്കും. എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഞാനൊരു ഏജൻസി ഏൽപ്പിച്ചിട്ടുണ്ട്. പെട്ടി തൊട്ട് പന്തൽ വരെ അവരിട്ടോളും. അതാ നല്ലത്. ചേട്ടനെ വേണമെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ബോഡി അവരൊന്ന് കളക്ട് ചെയ്തോളൂ. ഓക്കെ, ബൈ. എനിക്ക് കുറച്ച് വെള്ളം വേണം. മാഡം, 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 മാഡം. അതൊക്കെ പോട്ടെ മാഡം. മാഡത്തിന് ഇപ്പോൾ ഒരു 65 വയസ്സ്. ഈ കാലയളവിൽ 1,00,000 പേരെങ്കിലും മാഡം പരിചയപ്പെട്ടിട്ടുണ്ടാവും. അതിൽ ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന ഒരാളുടെ പേര് പറ. ഞാൻ വിളിക്കാം. അങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിക്കട്ടെ മാഡം. മാഡം, എനിക്കങ്ങനെ ഒരാളില്ല മോളെ. ആകെയുള്ളത് എൻ്റെ മക്കളാണ്. ഇപ്പം അവരെന്നെ ചതിക്കുന്നു മനസ്സിലായി. കഥകളിലെ മനമുരുകും മായകളാ അരുമകളും ഇരുമുഖമാ പല വഴിയേ പണ്ട് നല്ല കാലത്ത് പിരിയുകയാ. 4 ആളുടെ മുന്നിൽ മക്കളെക്കുറിച്ച് പറയാൻ എനിക്ക് നല്ല അഹങ്കാരമായിരുന്നു. മക്കളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ വലിയ ഗമയിൽ പറയും. മൂത്താൾ UK-ൽ, രണ്ടാമത്തത് ജർമ്മനിയിൽ, താഴെയുള്ളത് ഇറ്റലിയിൽ. അപ്പം നാട്ടുകാർ പറയും മേയ്ക്ക് നല്ല ഭാഗ്യമുണ്ടെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദ്യം മാറി. മക്കൾ വരാറില്ലേ എന്നായി. പിന്നെയും ചോദ്യം മാറി. മക്കൾ വന്നിട്ട് എത്ര കാലമായി എന്നായി. ഇന്നേക്ക് 6 കൊല്ലമായി. ഇപ്പം നാട്ടുകാർ പറയും മേയ്ക്ക് അതൊന്നും വിധിച്ചിട്ടില്ലെന്ന്. ഈ ബർത്ത്ഡേക്ക് ആരെങ്കിലും ഒരാൾ വരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ ചത്താലും അവരാരും വരില്ലെന്ന് അവർ തെളിയിച്ചു. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത പോലെ ജീവിക്കാന്ന് പറഞ്ഞാലേ വലിയ പാടാ മോളെ. അയ്യോ, ഞാനിതാരോടാ പറയണേ. സോറി, എല്ലാം എൻ്റെ തെറ്റാ. ഞാൻ മക്കളെ വിളിച്ച് നടന്നൊക്കെ പറയട്ടെ എന്താ ശരിക്കുണ്ടായെന്ന്. ഏയ്, ഒന്നും നിൻ്റെ തെറ്റല്ല, എല്ലാം എൻ്റെ തെറ്റാ. നീ അതെനിക്ക് കാണിച്ചു തന്നു. ഓർഫൻ മെറ്റീരിയൽ ഓർഫൻ സംഭവം കൊള്ളാം. എന്നാലും എങ്ങനെയാണ് താൻ ഇത്ര സന്തോഷമായിട്ടിരിക്കണേ? അതും ആരുമില്ലാതെ. ആരുമില്ലെന്ന് ആരു പറഞ്ഞു? ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടെന്ന് വലിയ വലിയ ആളുകളൊക്കെ പറയും. പക്ഷെ സത്യത്തിൽ ആരുമില്ലമ്മേ. കൊടുത്താൽ തിരിച്ചു കിട്ടുന്ന ഒന്നേ ലോകത്തുള്ളൂ, അത് സ്നേഹമാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. ദൈവം അത് ആവശ്യത്തിൽ കൂടുതൽ ഞങ്ങൾക്ക് തന്നിട്ടുമുണ്ട്. ചിലപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ ഭാഗ്യം. സിസ്റ്റമ്മ പണ്ടൊക്കെ എപ്പോഴും പറയുമായിരുന്നു, നമ്മൾ നമ്മളെ അനാഥരാക്കാത്തോടത്തോളം മറ്റാർക്കും നമ്മളെ അനാഥരാക്കാൻ പറ്റില്ലെന്ന്. അത് വലിയൊരു ശരിയാണമ്മേ. എന്തൊക്കെയായാലും എൻ്റെ അമ്മ എന്നെ 10 മാസം ചുമന്ന് പ്രസവിച്ചില്ലേ, കൊന്നില്ലല്ലോ. എനിക്കും ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയില്ലേ, എനിക്കത് മതി. ഞാൻ ഹാപ്പിയാണ്. അമ്മ ഹാപ്പി ആയിട്ടിരിക്കണം. എന്നാലും എൻ്റെ മക്കളെന്താ വരാത്ത ഏഞ്ചല്? ഒരു പക്ഷെ അമ്മയുടെ കൂടെ ഞാനുള്ളതുകൊണ്ടായിരിക്കും.
ഷെറിൻ, ബോഡി എടുക്കാൻ ആൾ വന്നായിരുന്നു. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവില്ലേ മോന്? വേണമെങ്കിൽ അണിഞ്ഞൊരുങ്ങി ഞാൻ ആ ശവപ്പെട്ടി കയറി കിടക്കാം. അതാവുമ്പോ നിനക്കും നിന്റെ മക്കൾക്കും ഓൺലൈനിലിരുന്ന് കാണാലോ. അത് മതി.